ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കൊത്തിയിട്ടുണ്ടോ ചൂട്. കാരണം ഞാൻ തിരി എടുത്തിടുക ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് തുടങ്ങും. ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നരട്ടി എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറുവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നറുവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ തോന്നിയില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് കടലിലെത്തിക്കാൻ എടുത്തു കൂട്ടി. 3 ഷെഡ് അത് 3 പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്. അത് എനിക്കറിയില്ല. ഒക്കെ നമ്മുടെ മലയാളികളാണ്. വേറെ പുറത്തുനിന്ന് അങ്ങനെയൊന്നും ഇല്ല. ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാല് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പൊ 99% ഈ തീ പോലുള്ള വേരി ചൂടായിട്ട് ഈ രാജ്യത്തെ എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു വെടിക്കെട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹം ആ വെടിക്കെട്ട് ആ ഒരു പുരയിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അപകടം നടക്കുന്നതിന് ഏകദേശം ഒരു 5 മീറ്റർ അപ്പുറത്ത് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്ന 40ഓളം പേർ, സുഹൃത്തുക്കളെ 40ഓളം പേരാണ് തൃശ്ശൂർ ഇന്ന് നടന്ന വെടിക്കെട്ട് അപകടത്തിൽ ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്തൊരു കഠിന ചൂടാണ്. മരങ്ങളൊക്കെ അവിടെ നിന്ന് കത്തി എന്ന് പറയുന്നത്. അവിടെയുള്ള മരങ്ങളും തെങ്ങുകളുടെ ഏറ്റവും മുകൾ ഭാഗമൊക്കെ നിന്ന് കത്തി. അപ്പം അത്രയും ഉയരത്തിലേക്ക് ഈ ഒരു മരുന്നിൻ്റെ ആ ഒരു തീ പോയിട്ടുണ്ട്. ശരീരങ്ങളൊക്കെ ചിന്നിച്ചിതരെ എവിടെയൊക്കെ കിടക്കുന്ന പറയുന്ന 40 പേരാണ് അത്ര വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഇന്ന് രാവിലെ ആ ഒരു വെടിക്കെട്ടിനെ കുറിച്ചിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഒരുപാട് പത്രപ്രവർത്തകർ അവിടേക്ക് എത്തും. ആ പത്രപ്രവർത്തകരൊക്കെ ഇത് ചിത്രീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. രാവിലെ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സംഗതികളാണ് അവിടെ വെക്കുന്നതെന്ന് പറ്റി നോക്കൂ. ആ ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തൃശ്ശൂർ പൂരത്തിനടക്കം മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് അതിന്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ ഒരു അപകട വാർത്ത വരുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ രാവിലത്തെ ദൃശ്യങ്ങളാണ്. വെടിക്കെട്ട് പുരയിൽ എന്തൊക്കെയാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന അടക്കം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇതാണ് ഈ ദൃശ്യമൊക്കെ രാവിലെ നമ്മളുടെ ക്യാമറ ക്രൂ റിപ്പോർട്ടർ പോയി ഷൂട്ട് ചെയ്തെടുത്ത ദൃശ്യമാണ്. അവിടെ ഇന്ന് രാവിലെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 2-2:30 മണിയാകുമ്പോഴേക്കും അത് ഭീകരമായിട്ട് ഈ കാണുന്നതൊക്കെ ആകാശത്ത് കയറിപ്പെട്ട് കൊഴുമിന്നി എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. എന്തൊരു ഭീകര ബോംബാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഈ പൂരങ്ങൾ തൃശ്ശൂർ പൂരം മാത്രം വിട്ടാൽ എല്ലാ പൂരങ്ങളും ഞാൻ പേഴ്സണലി ഭയപ്പെടുന്ന 2 വിഭാഗത്തെയാണ്. ഒന്ന് വെടിമരുന്നാണ്, 2 ആനയാണ്. ഈ രണ്ടും തീർച്ചയായിട്ടും മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് മനസ്സിലാവാത്തത് ഇനി എത്ര അപകടങ്ങൾ കഴിയണം ഈ ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ബോധം വരാന്നുള്ളതാണ്. നോക്കൂ, മരങ്ങളൊക്കെ നിന്ന് കത്തുന്നു. അറിയാൻ കഴിഞ്ഞത് പിന്നെ പിന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവിടുന്ന് അപകടം പറ്റിയവരെയൊക്കെ കൊണ്ടുവരാണ്. ഇവിടെ തീ അണയ്ക്കാൻ ഒരു 3:23 സമയത്ത് പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുത്തു വരുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു ഭീകരമായ ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്തത്. ഇത് അവിടുത്തെ ഒരു പ്രാദേശിക ലേഖനാണ് പറയുന്നത്. എന്താണ് ഈ വെടിക്കെട്ട് എന്താണെന്ന് അറിയാതെ, ഏത് സ്ഥലത്തെ വെടിക്കെട്ടാണ് എന്താണെന്ന് അറിയാതൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പ്രാദേശിക ഒരു പത്രപ്രവർത്തകനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയാതെ ഒരു ഭക്ഷണം കൊടുത്തു വരുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ. നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്രത്തോളം അപകടകരമാണ് ഈ ഒരു ജോലി എന്നറിയാം. ഏകദേശം 5 ടണ്ണോളം, അറിഞ്ഞിടത്തോളം 5 ടണ്ണോളം വെടിമരുന്നാണ് അത്ര. 5 ടൺ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപ്തി ആലോചിച്ച് നോക്കായിരുന്നു സുഹൃത്തുക്കളെ. 5 ടണ്ണോളം വെടിമരുന്നുകളാണ്. ഏകദേശം 5-50 ലക്ഷത്തിന് 50 ലക്ഷത്തിന് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന വെടിമരുന്നുകൾ. ഇത് മുഴുവൻ നടുപ്പാടത്താണ്. എന്തായാലും ആളുകളൊക്കെ നിൽക്കുന്നതിൻ്റെ ആളുകളുടെയൊക്കെ ഇടയിലൊന്നും ഇത് ഈ വെടിമരുന്ന് ശാലകളൊന്നും നിർമ്മിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും നടുപ്പാടത്ത് തന്നെയാണ്. എന്നാൽ ആ ഒരു നടുപ്പാടത്ത് അത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ? ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് 40-45 ഡിഗ്രിക്കാണ് ചൂട്. സാധാരണ മനുഷ്യൻ BP കുറഞ്ഞിട്ടൊക്കെ തീർന്നു പോകാൻ സാധ്യതയുള്ള അത്രയും ഗംഭീരമായിട്ടുള്ള ചൂടാണ് ഈ 40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. 1 മണി മുതൽ അല്ലെങ്കിൽ ഒരു 12 മണി മുതൽ ഒരു 3 മണി വരെ പുറത്തേക്ക്
ഒരു പക്ഷേ നമ്മൾ മനുഷ്യരടക്കം പൊള്ളിപ്പോകുന്ന സമയത്താണ് വളരെ ഈസി ആയിട്ട് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള വെടിമരുന്ന് ശാല പ്രവർത്തിക്കുന്നത്. എന്ത് സേഫ്റ്റിയാണുള്ളത്? ഇനിയിപ്പോൾ അത് പെട്ടെന്ന് കത്തിക്കഴിഞ്ഞാൽ ആർക്ക് എന്ത് സേഫ്റ്റി? വെടിമരുന്നൊക്കെ കത്തിപ്പിടിക്കാൻ സെക്കൻഡുകൾ മതി എന്നതാണ്. ഇപ്പോഴേ എത്രയാണ് കണക്കിലുള്ളതാണോ, പലപ്പോഴും ഏതൊരു ഉത്സവമായി കഴിഞ്ഞാലും 50 ലക്ഷത്തിനാണ് പൊട്ടിക്കുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ 5 ടണ്ണാണ് കൊടുന്നു വെച്ചതെങ്കിൽ 5 ടണ്ണാണ് ഇവിടെ വെടിമരുന്ന് എത്തിയുള്ളൂ, അല്ലെങ്കിൽ 6 ടണ്ണ് എത്തിയുള്ളൂ എന്നൊക്കെ പറയും. എത്ര ടണ്ണാണ് നിയമപരമായിട്ട് എത്തിയത്, എത്ര ടണ്ണാണ് നിയമപരമല്ലാതെ എത്തിയത് നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും ഒട്ടുമിക്ക സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ ചെന്ന നമ്പറില് കുറച്ച് പേര് മറ്റേ റെഡ് സോണിലുണ്ട്, കുറച്ച് പേര് പിന്നെ ബേൺസ് യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ പരിക്ക് പറ്റി 1-2 പേരും ഉണ്ട്. ഇതിപ്പോ 6 പേരാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത് അവിടെ എത്തിയതിൽ. 6 പേരാണ് അവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പേരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 40ഓളം പേരാണ്, സ്ത്രീകളടക്കം, പ്രായം ചെന്ന സ്ത്രീകളടക്കം 40ഓളം പേരാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. തൊട്ടുമുമ്പേ രാവിലെ കാണിച്ച ദൃശ്യങ്ങൾ അതൊക്കെയായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടേക്ക് എത്തിക്കാനായത്, അത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായത് ഇത്ര മാത്രം സംഖ്യയാണ്, 6 പേര് മാത്രമാണ്. അതുകൊണ്ട് 6 പേര് മരിച്ചു, അല്ലെങ്കിൽ 10-15 പേര് എത്തിച്ചാൽ 6 പേര് ഇപ്പം തന്നെ മരണപ്പെട്ടു. വളരെ ചെറിയ പരിക്കുമായി മാത്രമായിട്ട് എത്തപ്പെട്ട മഹാഭാഗ്യന്മാരും അതിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സാധ്യമാകുന്ന ഏതൊക്കെ തരത്തിലുള്ള ഇത് ഇപ്പോ അണയ്ക്കാനുള്ള എത്ര യൂണിറ്റുകൾ, പരമാവധി യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് അറേഞ്ച് ചെയ്യണം, മറ്റു സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി വൈകി നമ്മൾ പരിശോധന നടത്തിയത്, പ്രാഥമിക പരിശോധന, ഡ്രോൺ പരിശോധനയില്ല, അത് അവര് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും കറക്റ്റ് അല്ല, നമുക്ക് അവരിൽ നിന്ന് എടുക്കണല്ലോ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയണത് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിൽ രാത്രിയിൽ നമ്മൾ രക്ഷാപ്രവർത്തനം തുടരാനുള്ള എല്ലാ ക്രമീകരണം അതിനു വേണ്ടിയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇത് പതക്കാണല്ലോ. അതാണ് യെസ്, മെഡിക്കൽ കോളേജിൽ ചെന്ന നമ്പറില് കുറച്ച് പേര് മറ്റേ റെഡ് സോണിലുണ്ട്, കുറച്ച് പേര്. എന്തായാലും അതിഭീകരമായ ഒരവസ്ഥയാണ് നമ്മുടെ തൃശ്ശൂർ പൂരവുമായിട്ട്. പൂരം നടക്കാനിരിക്കുന്നുള്ളൂ. 2 ദിവസങ്ങളായിട്ട് പൊട്ടിക്കേണ്ട 2 സ്ഥലത്തെ, അതായത് 2 കേന്ദ്രങ്ങളാണ്, 2 ഭാഗങ്ങളായിട്ടാണ് വെടിക്കെട്ടൊക്കെ ഉണ്ടാവുക. അതിലത്തെ ഒരു ഭാഗത്തിൻ്റെ വെടിക്കെട്ട പുരയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം പരിപാടികളൊക്കെ ഇനി അവസാനിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ? എന്തെങ്കിലും ഒരു തരത്തിലെങ്കിലും ഇതിനെ സേഫായിട്ടൊക്കെ നടത്താനുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബോധമുള്ള മാറ്റമൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട എന്നുള്ളതൊക്കെ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. ഇത്രയും ആൾത്തിരക്കൾക്കിടയിൽ ബോംബാണ് ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും ആളുകൾക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തായിട്ട് വെറും നിറങ്ങൾ മാത്രമായിട്ടുള്ള, കളറുകൾ മാത്രമായിട്ടുള്ള, അത്യാവശ്യം സേഫ്റ്റിയുള്ള വെടിമരുന്നുകളിലേക്ക്, അത്തരം കാഴ്ചകളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതല്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ആനകളൊക്കെ ഇപ്പോൾ എഴുന്നള്ളിക്കണോ വേണ്ടോ എന്നൊക്കെ ചർച്ച നടക്കുന്ന പോലെ തന്നെ ഇതും ചർച്ച നടക്കേണ്ടത് തന്നെയാണ്. രക്ഷപ്പെടട്ടെ ആളുകൾ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബൈ.